നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസമായി പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് അത്രയ്ക്കങ്ങ് തെളിച്ചയില്ല. അതല്ലെങ്കിൽ ആ മുഖത്ത് ഒരു ആത്മവിശ്വാസക്കുറവും നിഴലിക്കുന്നുണ്ട്. അതൊക്കെ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിലൊക്കെ ഉണ്ട്. എന്നാ പിന്നെ അതൊന്ന് വേഗത്തിൽ കണ്ടിട്ട് വന്നാലോ? എങ്ങനെ? നേതാവിന് ആകെ ഒരു പരവേശമാണ്. എന്ത് പറയണം, എങ്ങനെ പറയണം? അതിനൊരു കാരണമുണ്ട്. അതെന്താണെന്നല്ലേ? എന്നും കോൺഗ്രസിനൊപ്പം നിന്ന സമുദായ സംഘടനയാണ് NS. ഇപ്പോ ആ NSSന്റെ നിലപാട് മാറ്റമാണ് സതീശനെ ആകെ വെപ്രാളാക്കിയിരിക്കുന്നത്. അതായത് NSSന്റെ ഈ നിലപാട് മാറ്റം സതീശ നേതാവിന്റെ ആവലാതികളിലിട്ട് ആകെ ഒരു പരവേശം കാണാം. അതായത് സർക്കാരിന്റെ ഈ നിലപാടിനൊപ്പം നിൽക്കുന്ന NSSന്റെ നിലപാട് കേട്ടപ്പോ കോൺഗ്രസിനിട്ട് അടികിട്ടി, അതായത് സതീശനിട്ടു അടികിട്ടി. അപ്പോ അത് എന്താണെന്ന് നമുക്ക് ഒന്ന് കേട്ടാലോ? പ്രത്യേകിച്ചും മുഖ്യമന്ത്രി കപട ഭക്തി കാണിച്ച് ഒരു ഭക്തിയുടെ ഒരു പരിവേഷം ഉണ്ടാക്കി പണ്ട് ശബരിമലയിൽ ചെയ്തതിന്റെ പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം എന്ത് മെസ്സേജാണ് ഈ പരിപാടിയിൽ കൊടുക്കാൻ നടക്കുന്നത്? എന്നും കോൺഗ്രസിനൊപ്പം നിന്ന സമുദായ സംഘടനയാണ് NSS. അപ്പോ CPM ചായ്വിൽ ആകെ പരിഭ്രാന്തനായിരിക്കുകയാണ് നമ്മുടെ VD സതീശൻ. NSSും BJPയും ഒക്കെ ചിലയിടത്തങ്ങ് പിന്തുണച്ചു. എന്നാ ഇത്ര പതിവില്ലാത്ത അല്ലെങ്കിൽ ആദ്യത്തെ കാര്യം എന്നൊക്കെ നമുക്ക് പറയാം. എന്ത് ഇത്ര പരസ്യമായിട്ട് CPMനെ NSS പിന്തുണയ്ക്കുന്നു? അതോടെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസന്നതയൊക്കെ അങ്ങ് പോയി കിട്ടി എന്ന് വേണം അങ്ങ് ചുരുക്കം പറയാൻ. ഇലക്ഷൻ സമയത്ത് ജനങ്ങളെ കയ്യിലെടുക്കാൻ സർക്കാർ ഇറങ്ങിയത് നേതാവിനൊന്നല്ല, കോൺഗ്രസിന് ആകെ ഒട്ടും അങ്ങോട്ട് ദഹിക്കുന്നില്ല. ആപട്യമാണ് ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആവേശം വന്നത് 9 കൊല്ലം ഭരിച്ചപ്പോഴും ഉണ്ടായില്ല. അവിടെ ഒരു വികസന പ്രവർത്തനം നടത്തിയില്ല. UDFന്റെ കാലത്ത് ചെയ്ത 112 ഹെക്ടർ സ്ഥലം വനഭൂമി സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ ഏറ്റെടുത്ത് അവിടെ വികസന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ നിലച്ചുപോയി. അപ്പൊ ശബരിമലയോട് ഇപ്പൊ കാണിച്ചത് കപടഭക്തിയാണ്. പിന്നെ യോഗി ആദിത്യനാഥിന്റെ സന്ദേശവും മറ്റു ചില കാര്യങ്ങളും കൂടിക്കഴിഞ്ഞപ്പോ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും. ഞങ്ങൾ ഇവിടം കൊണ്ടും തീർന്നില്ല. എന്തായാലും മീഡിയക്ക് മുഖം കൊടുത്തതല്ലേ, അല്ലേ പിന്നെ BJPക്ക് ഇട്ടങ്ങ് കൂടെ അങ്ങ് നെഞ്ചി കയറിയ എങ്ങനെ? എന്തായാലും സമയം പാഴാക്കി. അപ്പം BJPയെ കൂടി ഒന്ന് പഞ്ഞിക്കിട്ടാലോ എന്നാണ് ആര് തീരുമാനിക്കുന്നത്? സതീശൻ. അതങ്ങനെ, അതായത് സതീശന്റെ ആ നെഞ്ചത്ത് കയറ്റം എങ്ങനെയാണെന്നല്ലേ, അത് ഇങ്ങനെയാണ്. BJPയുമായി അവിശുദ്ധമായ ഒരു ബാന്ധവം കേരളത്തിലെ CPMനുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം. ഈ പരിപാടിയിൽ വളരെ ക്ലിയർ ആണ്. സർക്കാരാണ് തെരഞ്ഞെടുപ്പ് അടുക്കെ ഒരു പരിപാടിയായിട്ട് ഇറങ്ങരുത്. കാരണം കോൺഗ്രസ് ആണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ തകർന്ന് തരിപ്പണായാല് ഞങ്ങൾ നേരത്തെ കുറെ പ്ലാന് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ച് പ്ലാനുമായിട്ട് വന്നാൽ ഞങ്ങൾ കെട്ടിവെച്ച പ്ലാനൊക്കെ എന്ത് ചെയ്യും? ഇതൊന്നും അങ്ങോട്ട് അംഗീകരിക്കാം. അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല. കാരണം ഒരു വമ്പൻ പ്ലാൻ ഉണ്ട് ഞങ്ങളുടെ കയ്യില്. അത് എപ്പോ കൊണ്ടുവരണമെന്നും നേതാവിന് പറയാനുണ്ട്. അപ്പോ അതൊന്ന് കേട്ടിട്ട് വന്നാലോ? കൃത്യമായി കേരളത്തെ വികസനത്തെ കുറിച്ച് ധാരണകൾ ഞങ്ങൾ അവതരിപ്പിക്കും. ജനുവരി ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ എന്താണ് കേരളത്തിൽ ചെയ്യാൻ പോകുന്നത്? വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ആരോഗ്യ രംഗത്ത് എന്ത് ചെയ്യും? മലയോരത്ത് ഞങ്ങൾ എന്ത് ചെയ്യും? തീരദേശത്ത് എന്ത് ചെയ്യും എന്ന് ഞങ്ങൾ കൃത്യമായി പറയും. കേരളം സാമ്പത്തികമായി തകർന്ന ഈ കേരളത്തെ രക്ഷിക്കാൻ UDFന് പദ്ധതികളുണ്ട്. അതൊക്കെ ഞങ്ങൾ ജനുവരി പറഞ്ഞോളാം. ജനുവരിയിൽ ഞങ്ങൾ പറയാം. ഇത് എന്തായാലും പിണറായി വിജയൻ ഒരു പുതിയ കൂട്ടും സതീശൻ സാറ് കണ്ടെത്തിയിട്ടുണ്ട്. ആരാതെന്നല്ലേ? യോഗി ആദിത്യനാഥാണ് പിണറായി വിജയനെ പറ്റി ഏറ്റവും നല്ല കൂട്ട്. കാരണം ഇപ്പൊ ആ ലൈനാണ്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം, അതിനു മുമ്പ് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. അത് കഴിഞ്ഞ് അത് കിട്ടൂല എന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പൊ ഭൂരിപക്ഷ പ്രീണനമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അതിന് ഏറ്റവും നല്ല കൂട്ട് യോഗി ആദിത്യനാഥ്, സംശയമില്ല. അപ്പോ സതീശ നേതാവിന്റെ പുതിയ പരാതിയും പരിഭവമായി വീണ്ടും സന്ധിക്കും വരെ വണക്കം. അപ്പൊ നേതാവെ ഇട്ടാലോ? ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച